Hello guys, welcome back to our channel 3 Perspectives of Movie. ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് കമന്റിൽ വന്നതായിരുന്നു ബസൂക്കന്റെ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിരുന്നു. ലേറ്റ് ആയിക്കണേ, അതെ, എന്നാലും ആ കമന്റ് വന്നത് ഞങ്ങൾ റിവ്യൂ ചെയ്യാം. ഇന്ന് കണ്ടു. അതെ, ഇന്ന് കണ്ടു. അപ്പോ ഡെന്നിസ് ജോസഫിന്റെ മകൻ ഡീനോ ഡെന്നിസ് ആണ് ഡയറക്ടറും എഴുത്തുകാരനും. പുള്ളിക്കാരന്റെ ആദ്യത്തെ പടം ഫസ്റ്റ് ഡയറക്ഷനും ഫസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റിംഗും ഡയറക്ഷനും ഡീനോ ഡെന്നിസ് ആണ് ചെയ്തത്. അതെ, അപ്പൊ പുള്ളിക്കാരന്റെ ബ്രദറിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു പോലീസ് റോളുണ്ട്. മൂപ്പര് പണ്ടേ ഒരു സിനിമയിൽ ഉള്ളതാണ്, ഒരു നായകനായിട്ട് പടം ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് ഭരതന്റെ ഒപ്പം. ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞത്. അതെ, കുറെ പണ്ട് അത് ഒരു മോശം പടമായിരുന്നു. അന്ന് വളരെ മോശം അഭിനയമായിരുന്നു. ഇതിൽ പക്ഷെ അന്നത്തെക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ ആൾക്ക് റോളൊന്നും വലുതായിട്ടൊന്നുമില്ല, ഒരു ക്യാരക്ടർ ചെയ്യുന്നുള്ളൂ, ഒരു സൈഡായിട്ട് പോലെ. ബാക്കി ഇതിലിപ്പോ എന്താ പറയാനുള്ളത്, മമ്മൂട്ടിയാണ് നായകൻ, എല്ലാവർക്കും പറയാറ്. പടത്തിന്റെ ഓവറോൾ ആദ്യം പറയാം. അതെ, ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് വർക്കായില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കൊന്നും ആ പടത്തിൽ നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ പാടാണ്. അതെ, പക്ഷെ സാധനം വർക്ക്ഔട്ട് ആയിട്ടില്ല, ഫെയിൽ ആയി പോയി. കുറെ ഗെയിം കാര്യങ്ങള് ഒക്കെ കൊണ്ടുവന്ന് ഒരു പുതിയ സംഭവം ചെയ്യാന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് നോക്കിയത്. മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം. അതെ, അത് വർക്ക്ഔട്ട് ആയില്ല. ആ ജോണറിനെ 100% നീതി പുലർത്താൻ പറ്റിയില്ല. 50% പോലും നീതി പുലർത്താൻ പറ്റിയില്ല തന്നെ തോന്നി. പക്ഷെ ക്യാമറ വർക്ക്സ് അത് നല്ലതായിരുന്നു. ക്യാമറ വർക്ക്സ് നല്ല നല്ല ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ കളർ ഗ്രേഡിങ്ങും നല്ലതായിരുന്നു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് ഇതില് മമ്മൂട്ടിക്ക് കുറെ ഒരു സ്ലോ മോഷൻ സീനും മറ്റൊക്കെ ഉണ്ട്. അത് പലപ്പോഴും ആവശ്യമാണെന്ന് തോന്നി. നമുക്ക് ഫാൻസിന് എന്തായാലും അത് കാരണം വെറും ഫാൻസിന് പറ്റിയൊരു പടം. അത് തിയേറ്ററിൽ കാണുമ്പോ നല്ല അവർക്ക് മമ്മൂക്കാനെ അങ്ങനെ കാണണം എന്നുള്ള പൊതിക്ക് പോവാണെങ്കിൽ കുറെ ഗ്ലാമർ ഷോട്ട്സുകൾ ഉണ്ട്. പക്ഷെ നമുക്കങ്ങനെ സ്റ്റോറിയിൽ കൂടെ നോക്കുമ്പോ എന്തിനാ ഇപ്പൊ നടന്നു വരുന്നത്, ഇങ്ങനെ കാട്ടുന്നത് തോന്നിപ്പോവും. അങ്ങനെയാണ് ആ സീനുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. ആ ഒരു ഇൻട്രോ സീനും കാര്യങ്ങളൊക്കെ അല്ല, ഒരു സെക്കൻഡ് ഇൻട്രോ സീൻ ഉണ്ട് ശരിക്കും ആ സീന്. പിന്നെ സ്ക്രിപ്റ്റ് നല്ല വളരെ വീക്കാണ്. കുറെ കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പക്ഷെ ഒന്നിനൊരു കംപ്ലീറ്റ്നെസ് ഇല്ലാത്ത ഒരു ഇമ്പാക്ട് ഒന്നുമില്ല. എന്തോ കഥ ഇങ്ങനെ പോണുണ്ട്, മുന്നോട്ട് ഇങ്ങനെ പോയോണ്ട് എന്തൊക്കെയോ അങ്ങനെ സംഭവിച്ചോണ്ടേ നിക്കുക. അങ്ങനത്തെ ഒരു ഇമ്പാക്ട് കിട്ടുന്നുള്ള അതിനൊന്നും. അതെ, അത് വെറുതെ ഒരു പ്ലെയിൻ ആയ സ്ക്രിപ്റ്റ് പോലെ തോന്നി. പിന്നെ എഡിറ്റിംഗ് വർക്ക്സ് നല്ലതായിരുന്നു. ഗ്രാഫിക്സ് ഒന്നും ഇങ്ങനെ ചെയ്യാത്തിട്ടില്ല തോന്നുന്നു. കുറച്ച് ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നിക്കൽ സൈഡില് നല്ലതായിരുന്നു. പിന്നെ മ്യൂസിക് കുറെ ഹോളിവുഡ് ലെവലിൽ ചെയ്യാനുള്ള പോലെ ഇംഗ്ലീഷ് ലിറിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വർക്ക്ഔട്ട് ആയില്ല. അത് നമുക്ക് ഒരു ഒന്നും എത്തിയിട്ടില്ല. പിന്നെ ഇതില് ചിരിക്കാനോ കുറച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടായത് ഒരു ക്യാമിയോ ഉണ്ട്. ആരാന്നുള്ളത് ഒരു കോമഡി ഉണ്ട്. കോമഡി ഉണ്ട്. അതെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അവിടെ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ അത് കോമഡി, അതൊരു കോമഡി ആയിരുന്നു. ആ ഒറ്റ കാര്യം ഒക്കെ ഒരു പ്ലെയിന് സാധനമായിട്ട് പോലെ തോന്നി. ഗൗതം വാസുദേവനോ കുഴപ്പമില്ലല്ലേ, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നല്ലൊരു ആർക്ക് ഇല്ല അതില്. ഒരു ഡെവലപ്മെന്റ് എല്ലാവർക്കും അങ്ങനെ നല്ല രീതിയിൽ കിട്ടിയില്ല. കാരണം ഓരോ ക്യാരക്ടേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സൈഡിൽ ക്യാരക്ടേഴ്സ് ഒക്കെ പെട്ടെന്ന് വന്നാണ്ട് പെട്ടെന്ന് ഒരു ഇന്ന ആളാണെന്ന് പറയും. നമ്മളപ്പോ അതങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇരിക്കും നമ്മള്. പല ക്യാരക്ടേഴ്സും വെറുതെ സൈഡിലുണ്ടാവും. അവർക്കൊന്നൊരു ഒരു ഇതുമില്ല, വെറുതെ വന്ന് ഇൻട്രോഡ്യൂസ്ഡ് ആയി പോവാണ്. പിന്നെ ഇപ്പൊ ഇതില് മമ്മൂക്ക സ്ക്രിപ്റ്റിന്റെ അതിലൊക്കെ വെച്ച് നോക്കുമ്പോ ചെയ്തിട്ടില്ല. പക്ഷെ മമ്മൂക്കാനൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം അത് കിട്ടിയില്ല. കാരണം അഭിനയം നമ്മൾ ഇങ്ങനെ വിലയിരുത്തുന്നില്ല, അറിയാലോ, എക്സ്പീരിയൻസ്ഡ് ആക്ടറാണ്, നമുക്കൊന്നും പറയാനില്ല അതിലൊന്നും. പക്ഷെ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ പറയാം. മൂപ്പര് യൂസ് ചെയ്തിട്ടില്ല പറഞ്ഞു. ചെയ്തില്ല നമുക്ക് പറയാൻ കഴിയില്ല. മൂപ്പര് പറഞ്ഞതാണ് മൂപ്പര് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മള് എക്സ്പെക്ട് ചെയ്യാം. നമ്മള് ഉദ്ദേശിക്കുന്ന കാര്യത്തിലൊന്നും ഇത് വരില്ല. അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവട്ടോ. അത് പല മിക്സ്ഡ് റിവ്യൂ ആണ്. പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട് ഇതിന്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായം ഉണ്ട്.
ഞാൻ പറഞ്ഞു ഫാൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു പടം തന്നെ. എന്തായാലും നമുക്ക് ഇത് പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങള് വേണമെങ്കിൽ പടം കാണണമെന്ന് പറയില്ല, കാരണം റെക്കമെൻഡ് ചെയ്യില്ല. ഞങ്ങൾക്ക് ഇഷ്ടമാകാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ OTT കണ്ടിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം. അതെല്ലാം കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പോയി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം കണ്ടോലും പോലെ അഭിപ്രായം പറയാം. വേറെ ഒന്നും കൺക്ലൂഡ് ചെയ്യാം. അത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാൻ. വേറെ സിനിമയായിട്ട് ബൈ.